സോ അടുത്തതാണ് ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ. ഇപ്പം നമ്മുടെ സ്കള്ളിൽ അതായത് നമ്മുടെ ബ്രെയിൻ ടിഷ്യൂസിലും കൂടാതെ തന്നെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിലും അവിടെയൊക്കെ ഒരു പ്രഷർ ഉണ്ട്. ആ പ്രഷറുണ്ട്. ആ പ്രഷറിനെക്കാട്ടും കൂടുതൽ ഇൻക്രീസ്ഡ് ലെവലായിട്ട് കാണുന്നതാണ് ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ എന്ന് വിളിക്കുന്നത്. ഇതിന് മെയിനായിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് GCS സ്കോറ് 8 താഴെ ആയിരിക്കും. അപ്പോൾ ഇൻട്രാക്രേനിയൽ പ്രഷർ എത്ര ആയിരിക്കും? അപ്പം നോർമൽ എത്രയാണെന്ന് നമ്മൾ അറിയണം. നോർമൽ 5 മുതൽ 15 വരെയാണ്. ഈ 15 കൂടാം. പിന്നെ പോസ്ചറിങ് വ്യത്യാസം ഉണ്ടാവാറുണ്ട്. പിന്നെ ബൈലാറ്ററൽ ആൻഡ് യൂണിലാറ്ററൽ പ്യൂപ്പിൾ ഡൈലേഷൻ, CT സ്കാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ഷിഫ്റ്റ് കാണാം, മിഡ് ലൈൻ ഷിഫ്റ്റ് കാണാം. പിന്നെ ഫിസിക്കൽ അസസ്മെൻ്റ് ആൻഡ് ന്യൂറോളജിക്കൽ അസസ്മെൻറ്റിന് നമ്മൾ നോക്കാറുണ്ട്. പിന്നെ നോർമൽ വാല്യൂ എത്രയെന്നാണ് പറഞ്ഞത്? 5 മുതൽ 15 വരെ. ഇനി 16 മുതൽ 30 വരെയാണെങ്കിൽ ഒരു മൈൽഡാണ്. 16 മുതൽ 30 വരെ. 31 മുതൽ 16 മുതൽ 20 വരെ. ഓക്കെ, 16 മുതൽ 20 വരെയാണ് മൈൽഡ്. 21 to 30 വരെയാണെങ്കിൽ ഇറ്റ്സ് മോഡറേറ്റ്. 31 മുതൽ 40 വരെയാണെങ്കിൽ സിവിയർ ആണ്. പിന്നെ 41 മുകളിലാണെന്നുണ്ടെങ്കിൽ വെരി സിവിയർ ആയിട്ടുള്ള കണ്ടീഷനാണെന്നും പറയാം. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇൻട്രാക്രേനിയൽ പ്രഷർ കൂട്ടാനുള്ള കാരണങ്ങളെന്ന് വെച്ചാൽ, ഒന്നാമത്തത് സെറിബ്രൽ എഡിമ, പിന്നെ വാസോജനിക് ആൻഡ് സൈറ്റോടോക്സിക് എഡിമ ഉണ്ടാവാം. വാസോജനിക് എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസിന് അത് പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിൽ, സൈറ്റോജനിക് എന്ന് വെച്ചാൽ സെൽസിനായിരിക്കും ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ എന്താ പറയുന്നത്? ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടുന്ന കണ്ടീഷനായിരിക്കും പറയുന്നത്. പിന്നെ ഹൈപ്പോക്സീമിയ, ഹൈപ്പോനെട്രീമിയ, ഹൈപ്പോക്സി കാണും, ഓക്സിജൻ കിട്ടാതെ വരും. ഹൈപ്പോനെട്രീമിയ, സോഡിയത്തിൻ്റെ ലെവൽ കുറയും. പോസ്റ്റ് കാർഡിയക് അറസ്റ്റ് ഉണ്ടാവാം. പിന്നെ ന്യൂമോസെഫാലസ്, എൻലാർജ്ഡ് വെൻട്രിക്കുലർ, ഇൻട്രാക്രേനിയൽ സ്പേസിൽ പ്രശ്നം വരാം, ആൻഡ് ഈവൻ എൻസെഫലൈറ്റിസ്. ഇതിൻ്റെ മെക്കാനിസം എന്താണെന്ന് അറിയാമോ? സോ ആദ്യം ഇൻട്രാക്രേനിയൽ പ്രഷർ ഉണ്ടല്ലോ, ഇത് ക്രേനിയൽ ഇൻസൾട്ട് കോസ് ചെയ്യും. അങ്ങനെ ടിഷ്യൂസ് എന്ത് ചെയ്യും? അവിടെ ഒരു എഡിമ ഉണ്ടാവുകയും ഇൻട്രാ ഒക്കുലർ പ്രഷർ കൂടുകയും ചെയ്യും. ഇത് സെറിബ്രൽ ബ്ലഡ് ഫ്ലോയിനെ എഫക്റ്റ് ചെയ്യുകയും ആവശ്യത്തിനുള്ള ഓക്സിജൻ നമുക്ക് കിട്ടാതെ വരും. ആവശ്യത്തിനനുസരിച്ചുള്ള ഓക്സിജൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടിഷ്യൂസിന് നെക്രോസിസ് സംഭവിക്കും. അങ്ങനെ ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടും. ദെൻ സ്റ്റെം ആൻഡ് റെസ്പിറേറ്ററി സെൻറ്റേഴ്സിനെ അത് എഫക്റ്റ് ചെയ്യും. കാർബൺ ഡയോക്സൈഡ് കൂടുന്നതാണ് വാസോ ഡൈലേഷൻ. അങ്ങനെ ബ്ലഡ് ഫ്ലോ കൂടുകയാണ് ചെയ്യുന്നത്. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനായിട്ട് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ കോൺഷ്യസ്നെസ് ചേഞ്ച് ആവാം. ഇതിനെ നമ്മളൊരു ട്രയാഡിനാണ് പറയുന്നത്. എലിവേറ്റഡ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, ബ്രാഡികാർഡിയ കോസ് ചെയ്യാം. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനായിട്ട് വരുന്നത് ഒന്നാമത്തത് പേഷ്യൻ്റെ കോൺഷ്യസ്നെസ്സിന് ഒരു ചേഞ്ച് വരാം. പിന്നെ കുഷ്യൻ ട്രയാഡുണ്ട്. കുഷ്യൻ ട്രയാഡിനകത്ത് പറയുന്നത് എലിവേറ്റഡ് സിസ്റ്റോളിക് BP, ബ്രാഡികാർഡിയ ആൻഡ് വൈഡനിങ് ഓഫ് ദ പൾസ് പ്രഷർ. ഇവിടെ ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാവാം. പേഷ്യൻറ്റിൻ്റെ ഹൈപ്പോതലാമസിന് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഹൈപ്പോതലാമസിന് പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേഷനെ ബാധിക്കും. പിന്നെ പ്യൂപ്പിലറി ഡൈലേഷൻ ഉണ്ടാവാം. ഫിക്സഡ് യൂണിലാറ്ററൽ ഡൈലേറ്റഡ് പീപ്പിൾ, അതായത് ഒരു പ്യൂപ്പിൽ മാത്രം ഇങ്ങനെ ഡൈലേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതിനർത്ഥം ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടുന്നു എന്നാണ്. പിന്നെ ഒപ്റ്റിക് ഡിപ്ലോപ്പിയ ഉണ്ടാവാം ആൻഡ് മിഡ് ലൈൻ ഷിഫ്റ്റ് സംഭവിക്കാം. അപ്പോൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനായിട്ട് നമ്മൾ പറയുന്നത് ഒക്കെയാണെന്നുണ്ടെങ്കിൽ CT സ്കാനൊക്കെ എടുക്കുക, മിഡ് ലൈൻ ഷിഫ്റ്റ് ഉണ്ടാകും. പിന്നെ ഇതിൻ്റെ പുറമെ പേഷ്യൻ്റെ കോൺഷ്യസ്നെസ്സിന് പ്രശ്നമുണ്ട്. കോൺഷ്യസ്നെസ് കുറവാണ്. ഐ വെർബൽ മോട്ടോർ റെസ്പോൺസ് നോക്കുക. പിന്നെ പ്യൂപ്പിലറി ഡൈലേഷൻ, ചിലപ്പം 2 കണ്ണും ഡൈലേറ്റഡ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ഒരു കണ്ണ് മാത്രമേ ഡൈലേറ്റഡ് ആയിട്ടിരിക്കും. പിന്നെ ഒപ്റ്റിക് ഡിപ്ലോപ്പിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മോട്ടോർ ഫങ്ഷൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. ആൻഡ് ഡെക്കോർട്ടിക്കേറ്റിംഗ് പൊസിഷനിങ് ആണ്. ദെൻ ഹൈപ്പർ എക്സ്റ്റൻഷൻ ഉണ്ടാവാം. അതായത് ഇങ്ങനെ ഇരിക്കില്ലേ, ഇങ്ങനെ റാബോല ഇങ്ങനെ ഇരിക്കാം, എലിവേറ്റഡ് ആയിട്ടിരിക്കും. പിന്നെ സ്പാസിറ്റി, ഇതിന് നമ്മൾ ബ്രൈഡിങ്, ആർച്ച് ഉണ്ടല്ലോ, ആർച്ചിങ് പോസ്റ്ററിങ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഈ ഇത്തരത്തിലുള്ള പേഷ്യൻറ്റിന് വൊമിറ്റിംഗ് എന്ന് പ്രൊജക്റ്റൈലായിട്ടുള്ളൊരു
വോമിറ്റിംഗ് ആണ്. അത് കാണുമ്പോൾ തന്നെ ഓക്കെ, പേഷ്യൻറ്റിന് ഇൻട്രാക്രൈനിയൽ പ്രഷർ കൂടുകയോ കണ്ടീഷൻ എന്ന് മനസ്സിലാക്കണം. ഡയഗ്നോസിസ് ആയിട്ട് പറയുന്നത് ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ, പെറ്റ് ചെയ്ത് പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി ചെയ്യാം. പിന്നെ ലെംബാർ പങ്ക്ചർ ഒരു ഗീവ് റീസൺ ആണ്. ലെംബാർ പങ്ക്ചർ എന്തുകൊണ്ടാണ് ക്രൈനിയൽ പ്രഷർ എലിവേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ റീസൺ. കാരണം ലെംബാർ പങ്ക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ലെംബാർ പങ്ക്ചർ ചെയ്തിട്ട് കുറച്ച് നമ്മൾ റിലീസ് ചെയ്യുമല്ലോ സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. അങ്ങനെ റിലീസ് ചെയ്യുന്നത് വഴി ബ്രെയിന് ഹെർണിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ വാർണിംഗ് ആയിട്ടുള്ള സൈൻസ് എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ടാവാം, അജിറ്റേഷൻ പറയാം, റെസ്റ്റ്ലെസ്നെസ്, പിന്നെ അഗ്രസീവ്നെസ്, പേഷ്യൻ്റെ പേഴ്സണാലിറ്റി ചേഞ്ച് ഭയങ്കരമായിട്ട് മോശമാവുന്നുണ്ട്. അപ്പം തന്നെ ഇന്ന് ഭയങ്കര നന്നായിട്ടിരിക്കുന്ന പേഷ്യൻ്റ് നാളെ നമ്മുടെ അടുത്ത് ഭയങ്കര ചീത്ത പറയുമായിരിക്കും മേ ബി. ബട്ട് അത് അവരുടെ അസുഖം അങ്ങനെ ആയതുകൊണ്ടാണ്. മറ്റന്നാൾ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും വളരെ നോർമലായിട്ടായിരിക്കും പേഷ്യൻ്റ് കാണപ്പെടുന്നത്. പേഴ്സണാലിറ്റി ചേഞ്ച് ഉണ്ടാകും, അഗ്രസീവ്നെസ്, അജിറ്റേഷൻ, റെസ്റ്റ്ലെസ്നെസ് പോലെ തോന്നാം, GCSന് വ്യത്യാസം ഉണ്ടാവാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് നമുക്ക് ഇൻട്രാക്രൈനിയൽ ICP ഇൻട്രാക്രൈനിയൽ പ്രഷർ മോണിറ്റർ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് ഇൻട്രാവീനസ് കത്തീറ്റർ ഇടാം. സബ് എറക്കിനോയിഡൽ സ്പേസിലോട്ട് സബ് എറക്കിനോയിഡൽ സ്പേസ് ബിൽറ്റ് ആൻഡ് എപ്പിഡ്യൂറൽ സെൻസേഴ്സും ഇവിടെ യൂസ് ചെയ്യാം. ഇനി ഈ പറയുന്ന ICPക്ക് വേവ് ഫോം ഉണ്ട്. ABC വേവ് ഫോമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് P1, P2, P3 എന്ന ഫോം പറയാം. P1 എന്ന് വെച്ചാൽ പെർക്കഷൻ വേവ്സ് ആണ്. ഇത് ആർട്ടീരിയൽ പൾസേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറയാം. P2 എന്ന് വെച്ചാൽ ടൈഡൽ വേവ്സ് ആണ്. ഇത് ഇൻട്രാക്രേനിയൽ കംപ്ലയൻസസിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. വേറെ P3 എന്ന് വെച്ചാൽ ഡൈക്കോർട്ടിക് വേവ്സ് ആണ്. അയോർട്ടിക് വാൾസിൻ്റെ ഒരു ക്ലോഷറാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ P1 പെർക്കഷൻ വേവ്, P2 ടൈഡൽ വേവ് ആൻഡ് P3 ഡൈക്കോർട്ടിക് വേവും ഉണ്ട്. ഇനി A വേവ് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്യൂ വേവ്സ് ആണ്. ലൈഫ് ത്രെറ്റനിങ് മിക്ക ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻസിലും ഇങ്ങനെ A വേവ്സ് കാണാം. ഒരു 5 മുതൽ 20 മിനിറ്റ് ഇൻ്റർവെല്ലാണ് ഇത് പ്രസൻ്റ് ആയിട്ടിരിക്കുന്നത്. B വേവ് എന്ന് പറയുന്നത് സോ ടൂത്ത് ഷേപ്ഡ് ഉണ്ടല്ലോ, നമ്മൾ ആർട്ടീരിയൽ ഫ്ലട്ടർ പിടിച്ചപ്പം അതേപോലെ കാണപ്പെടുന്നത്. ഒരു 30 മുതൽ 60 മിനിറ്റ് വരെ 25 മുതൽ 30 mmHg ആ റേഞ്ചിലായിരിക്കും. 25 to 30 അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു 5 to 15 ഓക്കെയാണ്. 16 to 20 പറഞ്ഞു. പിന്നെ 21 to 30 അപ്പം തന്നെ എന്താണ്, നോർമലല്ല, മൈൽഡല്ല, ഒരു മോഡറേറ്റ് പറയാം 25 to 30. പിന്നെ C വേവ് ആണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ്. അതിനൊക്കെ ഒരു ലെവൽ കഴിഞ്ഞ് അപ്പം അത് പോകത്തില്ല. 4 to 8 ഇൻ്റർവെല്ലാണ്. 20 to 25 ആണ്, അതും ഓക്കെയാണ്. പിന്നെ അതാണ് എൻ്റെ ഒരു ഇൻ്റർവെൽ. കുറച്ച് ലോങ്ങർ ആയിട്ടുള്ള പീരീഡ് ഉണ്ട്. ഇതിന് വരാൻ ചാൻസ് ഉള്ള കോംപ്ലിക്കേഷൻസ്, ഇൻഫെക്ഷൻസ് വരാം, ഇൻട്രാക്രൈനിയൽ ഹെമറേജ് വരാം മേ ബി. പിന്നെ CSF ലീക്കേജ് സംഭവിക്കാം, മെക്കാനിക്കൽ ഫെയിലിയർ, ബ്ലോക്കേജ് അവിടെ ഉണ്ടാവാം, ആൻഡ് CSFൻ്റെ ഓവറായിട്ടുള്ള ഡ്രെയിനേജ് സംഭവിക്കാം. ആൻഡ് ടെൻറ്റോറിയൽ ഹെർണിയേഷൻ എന്ന് വെച്ചാൽ സെറിബ്രത്തിൽ മാസ് ആയിട്ടുള്ള ഒരു ലീഷനാണ് കാണുന്നത്. ഇത് ബ്രെയിനിനെ ഹെർണിയേറ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഡൗൺവേർഡ്സ് ത്രൂ ദ ഓപ്പണിംഗ് ക്രിയേറ്റഡ് ബൈ ദ ബ്രെയിൻ സ്റ്റെമ്മ്. അതായത് ബ്രെയിൻ സ്റ്റെമ്മ് കാരണം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, അവിടെ സെറിബ്രത്തിലുണ്ടാകുന്ന ലീഷൻ കാരണം ബ്രെയിനിനെ അങ്ങോട്ട് ഹെർണിയേറ്റ് ചെയ്യിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. മെയിനായിട്ടുള്ള ഒരു ഗോളെന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഇൻട്രാക്രൈനിയൽ പ്രഷർ ഉണ്ടോ ഇല്ലേ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് തെറാപ്പി എന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ മാനിറ്റോൾ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇഞ്ചക്ഷൻ മാനിറ്റോൾ ഒരു ഓസ്മോട്ടിക് ഡൈയൂററ്റിസ് ആണെന്ന്. ഓക്കെ. പിന്നെ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് നമ്മൾ കൊടുക്കാറുണ്ട്, ഡോബ്യൂട്ടമീൻ കൊടുക്കാറുണ്ട്. ഇനി ഹൈപ്പർ വെന്റിലേഷൻ, പേഷ്യൻ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു കാർബൺ ഡയോക്സൈഡ് ലെവൽ കൂടുതലാണെന്ന്. അപ്പോൾ ഹൈപ്പർ വെന്റിലേഷൻ തെറാപ്പി ചെയ്യാം. ഹൈപ്പർ വെന്റിലേഷൻ തെറാപ്പിക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ ഹൈപ്പർ ക്യാപ്നിയ ഉണ്ട്, അതായത് കാർബൺ ഡയോക്സൈഡ് ലെവൽ കൂടുതലാണെന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കാർബൺ ഡയോക്സൈഡ് ലെവൽ കുറയ്ക്കണം.
ഫീവർ കുറയ്ക്കണം. നമ്മൾ സോഡിയം, ഉപ്പ് കഴിക്കുന്നത്, ഫാറ്റ് കഴിക്കുന്നത്, പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് കഴിക്കുന്നതൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കുക ചെയ്യേണ്ടത്. ഇനി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തന്നൊരു കാര്യമാണ്, നമുക്കിപ്പം പേഷ്യൻ്റ് ഇങ്ങനത്തെ റിലേറ്റഡ് പ്രോബ്ലം വരുമ്പോഴത്തേക്ക് നമ്മൾ ഇൻട്രാക്രൈനിയൽ പ്രഷർ കൂടുന്നുണ്ടെങ്കിൽ നമ്മളെ പേഷ്യൻ്റ് എന്ത് ചെയ്യണം? ഹെഡ് എലിവേറ്റ് ചെയ്യണം. അത് എത്ര ഡിഗ്രി ആംഗിളിലാണ്? 30 ഡിഗ്രി ആംഗിളിലാണ്. ഇനി നഴ്സിംഗ് മാനേജ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഇൻഎഫക്റ്റീവ് സെറിബ്രൽ പെർഫ്യൂഷൻ റിലേറ്റഡ് ടു, ഇപ്പം സ്പൈൻ ഇഞ്ചുറി അല്ലാതെ ബാക്കിയുള്ള എല്ലാത്തിനകത്ത് നമുക്ക് ഇൻഎഫക്റ്റീവ് സെറിബ്രൽ പെർഫ്യൂഷൻ്റെ കാര്യം എഴുതാം. പിന്നെ ഇവിടെ എന്തൊക്കെ ചെയ്യാം? മോണിറ്റർ വൈറ്റൽ സൈൻസ്, പൊസിഷനിങ് ദ പേഷ്യൻ്റൊക്കെ. പിന്നെ ഇൻഎഫക്റ്റീവ് ബ്രീത്തിങ് പാറ്റേൺ, ഇത് നമുക്ക് എഴുതാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻക്രീസ് ഇൻട്രാക്രൈനിയൽ പ്രഷറിനകത്ത് പഠിച്ചത്. എന്താണ് ICP എന്ന് പറഞ്ഞു, നോർമൽ ആയിട്ടുള്ള റേഞ്ച് എന്താണ്, പിന്നെ ഇത് എപ്പോഴൊക്കെയാണ് ഇൻഡിക്കേഷൻസ് പറഞ്ഞായിരുന്നു. പിന്നെ ദെൻ അവരുടെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ്, കണ്ണ് എങ്ങനെയാണ്, കോൺഷ്യസ്നെസ് എങ്ങനെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേവ്സിനെ കുറിച്ച് ABC ഉണ്ട്, P1, P2, P3 ഉണ്ട്. പിന്നെ നമ്മൾ പെർക്കഷൻ വേവ്, ടൈഡൽ വേവ് ആൻഡ് ഡൈക്കോട്ടിക് വേവിനെ കുറിച്ച് പറഞ്ഞു. A വേവ് പ്ലാറ്റു വേവ് ആണെങ്കിൽ B വേവ് ഒരു ടൂത്ത്ഡ് ഫേസ് ആണ്. C വേവ് ആണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്, ഇൻഫെക്ഷൻസ്, CSF ലീക്കേജ്, ദെൻ ഹെമറേജ് ഉണ്ടാവാം, ഇൻട്രാക്രൈനിയൽ ഹെമറേജ്, ഇതൊക്കെ. പിന്നെ എന്താണ് അതിൻ്റെ ഗോള്, എന്ത് മാനേജ്മെൻറ്റാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഹൈപ്പർ വെന്റിലേഷൻ തെറാപ്പി എന്താണ്, നമ്മൾ കാർബൺ ഡൈഓക്സൈഡ് ലെവലൊക്കെ ഒന്ന് കുറയ്ക്കണം. പിന്നെ പനിയൊക്കെ പനിയൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക, സോഡിയം, ഫാറ്റ് അതൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.